ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് തിരിച്ചടി ഉറപ്പാണ് എന്ന് തന്നെയാണ്. അതായത് പലസ്തീൻ സംഘടനകൾക്ക് പുറമെ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും ഒക്കെയാണ് ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത്. ഗസ വിഷയത്തിൽ അവർ അതിവൈകാരികമായാണ് പ്രതികരിക്കുന്നത്. ഹമാസിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നും ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ മരണം വരെ പോകുമെന്നും അവർ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്രമണത്തോടുകൂടി വലിയ തോതിലുള്ള പ്രകോപനം ഉണ്ടായിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നുകൊണ്ടുള്ള, അതായത് ലെബനന്റെ മണ്ണിനുള്ളിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. അതൊരു അധിനിവേശ മോഡൽ ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള അതിവൈകാരികമായി തന്നെ പ്രതികരിക്കുന്നു. ശക്തമായ തിരിച്ചടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഗസ വിഷയത്തിൽ, അതായത് ലെബനിലേക്കുള്ള അറ്റാക്കുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ഗസ വിഷയത്തിൽ തന്നെ അതിവൈകാരികമായി ആക്രമണം നടത്തുന്ന ആളുകളാണ് ഹൂത്തികൾ. നിരന്തരമായി നോർത്തേൺ ഇസ്രായേലിലെ പോസ്റ്റുകളിലേക്ക് അവർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ നിരവധി വാർത്തകളിലൂടെ കണ്ടതാണ്.